ഹല്ലേലൂയ. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരപതി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഒട്ടും സമയം കളയാതെ without further ado, amen, Reba is going to come forward and share the word of God God has given into her heart. Amen. Praise the Lord. ദൈവത്തിന് മഹത്വം. As we come to the last Sunday of the year, I want to reflect on the messages God has given us from the beginning of the year until now. നമ്മള് വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിലേക്ക് കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ വർഷം ദൈവം തന്ന വചനത്തെ ഒന്ന് പുറകോട്ടിറങ്ങി അയവിറക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. The overarching theme has been perfecting holiness. ആമേൻ. തലക്കോരുകയായി ഈ വർഷം ദൈവം നമുക്ക് തന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് വിശുദ്ധിയെ തികയ്ക്കുക എന്നുള്ള ചിന്തയായിരുന്നല്ലോ. Month by month, God has been shaping us step by step into people prepared to stand before Him. മാസാമാസം ദൈവം തന്ന വചനങ്ങൾ കൂടി ആമേൻ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ജനമായി അവന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. So we began in January by laying the foundation of perfecting holiness. ആമേൻ. നമ്മൾ ജനുവരി മാസത്തില് അണ്ടർ ദൈവത്തോടുകൂടി ആമേൻ വിശുദ്ധിയെ തികയ്ക്കുന്നതിനെ കുറിച്ചൊരു അടിസ്ഥാനം ഇട്ട് നാം ആരംഭിച്ചു. And it was not as an abstract idea, but as a calling. ആമേൻ. അതൊരു ആമേൻ ചിന്താധാരയായിട്ടല്ല, ഒരു ഐഡിയ ആയിട്ടല്ല, ദൈവത്തിന്റെ വിളിയായി. ഇന്ന് പകല് നിങ്ങള് വന്നിരിക്കുന്നത് ആരാധിക്കാൻ വന്നത് അല്ലെ, ദൈവം നിങ്ങളെ വിശ്വാസത്തിലേക്ക് വിളിച്ച വിളി എന്തിനെന്ന് ചോദിച്ചാൽ വിശുദ്ധിയിൽ അവനെ പോലെ ആകാനാണ് ദൈവത്തിന്റെ വിളി. ഇത് വിളിയായിട്ടാണ്, അല്ലാതെ ഒരു ഐഡിയ ആയിട്ടല്ല അവൻ കർത്താവ് നമ്മോട് സംസാരിച്ചത്. First Peter chapter 1 verse 16 it says, "Be holy, for I am holy." ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 1:16 നമുക്ക് കാണാം പത്രോസ് അപ്പോസ്തലൻ പറയുക, അവൻ സ്വന്തം കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതൊരു വിളിയാണ്. ദൈവമക്കളെ, എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി തന്നെ വിശുദ്ധിയിൽ നടക്കാൻ വേണ്ടി, കർത്താവിനെ പോലെ വിശുദ്ധിയിലായി തീരാൻ. Holiness is not optional for believers. It defines who we are and where God is leading us. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ഓപ്ഷനായിട്ടൊരു കാര്യമല്ല. നീ വിശ്വാസി ആയിരിക്കണമെങ്കിൽ നീ വിശുദ്ധനായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നത് ഓപ്ഷനായിട്ടുള്ളൊരു കാര്യമല്ല. അത് വിശുദ്ധി എന്റെ നിങ്ങളുടെ കർത്തവ്യമായിട്ടും വിളിയായിട്ടും വചനം നമ്മെ പഠിപ്പിക്കുന്നു. In February we learned that holiness begins with vision. ആമേൻ. ഫെബ്രുവരി മാസത്തില് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ദർശനത്തിൽ കൂടി, ദൈവത്തെ കാണുന്നതിൽ കൂടി വിശുദ്ധിയിൽ വളരാൻ കഴിയും. ഒരാൾക്ക് പെട്ടെന്ന് വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ നീ ദൈവത്തെ കാണണം, വിഷൻ വേണം. To perfect holiness, we must see God. Seeing Him humbles us and aligns our hearts with a desire for transformation. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, വിശുദ്ധിയെ തികയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് ദൈവിക ദർശനം പ്രാപിക്കണം. ദൈവ ദർശനം പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് താഴ്മ ധരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ആത്മീക അഹങ്കാരികളായിട്ട് മാറും. മറ്റുള്ളവർ ഇവൻ അയ്യോ കഷ്ടം, അവൻ അയ്യോ കഷ്ടം, അയ്യോ അവൻ തെറ്റി നടക്കുന്നു. എന്നാൽ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നഗ്നത, നമ്മുടെ കുറവ് മനസ്സിലാക്കിയിട്ട് നമ്മെ തന്നെ താഴ്ത്താൻ വലിയൊരു കൃപ കിട്ടും. അതാണ് വിശുദ്ധി നടക്കുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, നീ ദൈവിക ദർശനമുള്ളവനായിരിക്കണം. In March, the focus shifted to discerning God's will. ആമേൻ. മാർച്ച് ആയപ്പോൾ പരിശുദ്ധാത്മാവ് ആമേൻ കണ്ടാ മാത്രം പോരാ, ദൈവത്തെ കാണുന്ന നല്ല കാര്യം തന്നെ, താഴ്മ തരും. പക്ഷെ ആ കാണുമ്പോൾ അവന്റെ മുഖത്തെ നീ ദർശിക്കുമ്പോൾ അവന്റെ മുഖത്ത് എന്ത് ഭാവമാണ് നിന്നെ കാണുമ്പോൾ? സന്തോഷമാണോ, വിഷമമാണോ? അവന്റെ ഹിതം, അവന്റെ ഇഷ്ടം നീ വിവേചിച്ചറിയണമെന്ന് പരിശുദ്ധാത്മ പറയും. കാരണം വിശുദ്ധി നടക്കാൻ ചുമ്മാ കണ്ടിട്ട് പോയ നടക്കുന്നില്ല. കാണുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, അവൻ സ്വന്തം പ്രസാദം, പൂർണ്ണ പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം, അവൻ സ്വന്തം നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം നീ ആ മുഖത്ത് നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് വിശുദ്ധിയിൽ അവൻ വളരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. Yeah, holiness grows as we learn spiritual discernment, choosing God's direction over our own desires. പ്രിയമുള്ളവരെ, വിശുദ്ധി വളരുന്ന എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഇഷ്ടം, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനല്ല, നമ്മുടെ ഇഷ്ടത്തെ മാറ്റി ആ ദൈവത്തിന്റെ ഇഷ്ടത്തോട് അലൈൻഡാക്കി ഞാൻ ദൈവത്തോട് അടുക്കുമ്പോൾ ഞാൻ വിശുദ്ധിയിൽ വളരുവാനിടയായി തീരുമെന്ന് മാർച്ച് മാസത്തിൽ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടപ്പെട്ടു. Many seek God's blessings without His guidance, but true holiness forms when we listen for His voice and obey it. പ്രിയമുള്ളവരെ, അവൻ സ്വപ്നം ചെയ്യുന്നു. എപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ചുമ്മാ വന്ന് നമ്മുടെ ഇഷ്ടത്തിന് വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് പോകാനല്ല,
അവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അവന്റെ ഗൈഡൻസിൽ അവൻ നയിക്കുന്ന, അവൻ നിന്നെ കേൾപ്പിക്കും, ശബ്ദം വചനം കേൾപ്പിക്കും, അവൻ നിന്നോട് ആലോചന പറയും. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഷീർസത്തിൽ കൂടി കേട്ടതുപോലെ ഐ ഹേർഡ് ഐ മെസ്സേജ്, അവൻ ടോക്ക് ചെയ്യും, അവൻ സ്വന്തം മൂടനാകരുത്, സംസാരിക്കും. അവന്റെ ഗൈഡൻസിൽ നടന്ന് അവൻ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം വിശുദ്ധിയിൽ നാം വളരുവാൻ ഇടയാകട്ടെ. This like the April's message of doing God's will once we have discerned it. അങ്ങനെ അടുത്ത ചുവടുവെപ്പ് ദൈവമേ അനുഗ്രഹിക്കണേ. അവൻ നോക്കൂ, ദൈവത്തെ കാണുമ്പോൾ ഹംബിൾനെസ്സിൽ വിശുദ്ധി വളരാനിടയാകും. എന്നാൽ കണ്ണാ മാത്രം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ഗൈഡൻസിൽ നടന്ന് വിശുദ്ധി വളരാനിടയാകും. അവൻ എന്നിട്ട് അവസാനം ഏപ്രിൽ വന്നപ്പോൾ കണ്ട് തിരിച്ചറിഞ്ഞ് നിന്നാ പോരാ, നടക്കണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം നിന്നോട് പറയുമ്പോൾ നീ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുമ്പോൾ ആ ഇഷ്ടം ചെയ്യുന്നവനായി തീരണമെന്ന് ഏപ്രിൽ മാസത്തിൽ പരിശുദ്ധാത്മാവ് സഭയായി നമ്മോട് പറയാനിടയായി. In Luke chapter 22 verses 42, Jesus modeled this when he prayed, "Not my will, but yours be done." ആമേൻ. ആ മാതൃകയെ പുത്രനായ യേശു തമ്പുരാൻ ആ ഗെത്സമന തോട്ടത്തില് അവൻ കാണിക്കാനിടയായത് ആ പാനപാത്രം ഒഴിഞ്ഞു മാറാൻ, ആ കഷ്ടതയുടെ എന്റെയും നിങ്ങളുടെയും പാപമാകുന്ന ആ പാനപാത്രം കുടിച്ച് അകറ്റാൻ പുത്രന്, സാധാ മനുഷ്യനായിരുന്ന പൂർണ്ണ മനുഷ്യനായിരുന്ന പുത്രന് അത് കഷ്ടമായിരുന്നു. അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നോക്കണം, പൂർണ്ണ മനുഷ്യന്റെ അവസ്ഥയെ കാണിക്കും. നിങ്ങൾ ഞാനും കടന്നു പോകുന്ന ഓരോ പെർഫെക്റ്റ് സഫറിങ്ങിന് ഉള്ള തുല്യമായി. എന്നിട്ട് ആ പ്രാർത്ഥിച്ചിട്ട് പുത്രൻ തമ്പുരാന് ആഡ് ചെയ്യുന്നൊരു പ്രാർത്ഥന, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ. അവൻ ആ മാതൃക പുത്രൻ കാണിച്ചു. നീ ഭൂമിയിൽ എന്തിനാ യേശുവിനെ നോക്കേണ്ടത്? അവനെ നോക്കിയാൽ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു. അവനെ നോക്കുമ്പോൾ അവൻ എങ്ങനെ ജീവിച്ചു എന്ന് കാണാൻ പറ്റും. ദൈവത്തിന്റെ ഇഷ്ടമോ തിരിച്ചറിഞ്ഞു. തന്റെ ഇഷ്ടം അവിടെ കിടക്കുന്നു, തനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടവും തന്റെ ഇഷ്ടവും വന്നപ്പോൾ തന്റെ ഇഷ്ടം മാറ്റിയിട്ട്, എങ്കിലും എന്റെ ഇഷ്ടം പോലെയല്ല കർത്താവേ, അങ്ങനെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ആ കഷ്ടതയുടെ കൈപ്പിന്നൊരു വേദന എന്തിനാ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ ചോദാനവൽക്കടനക. അങ്ങനെയാണ് പുത്രനെ ദൈവം തികഞ്ഞവനാക്കിയെന്ന്. അവൻ ഹൗ ഡിഡ് ക്രൈസ്റ്റ് പെർഫെക്റ്റ് ഹിംസെൽഫ്? അനുസരണത്തിൽ കൂടി തികഞ്ഞവനായി അനുസരിച്ചു. ദൈവത്തിന് ഇഷ്ടം അറിഞ്ഞപ്പോൾ ഡിഫെൻഡ് ചെയ്യാതെ സ്വന്തം സ്വന്തം ഐഡിയോളജി എടുക്കാതെ പൂർണ്ണമായി സറണ്ടർ ചെയ്ത് ഇഷ്ടത്തിൽ കൂടെ പോയി സ്വന്തം തന്നെ കർത്താവിന് മുമ്പാകെ കർത്താവ് വിശുദ്ധീകരിച്ചെന്ന് കാണിക്കുന്നു. പെർഫെക്റ്റിംഗ് ത്രൂ സഫറിങ്സ്. അത് ഇഷ്ടം. അപ്പൊ കണ്ട മാത്രം പോലെ ഇഷ്ടം ചെയ്യണമെന്ന് പുത്രൻ തന്റെ ജീവിതത്തിൽ കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നു. That's what I was going to say next. Holiness is not perfected through intention alone, but through obedience. What good is it we hear and think about it, but not live it? ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നോക്കൂ, ദൈവത്തിന്റെ ഇഷ്ടമൊക്കെ അറിഞ്ഞിട്ട് അനുസരിക്കാതിരുന്നിട്ട് എന്ത് നേട്ടം? ബൈബിൾ സ്റ്റഡി നടത്താം, പ്രസംഗങ്ങൾ കേൾക്കാം, പ്രസംഗിക്കാം. ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്തും നേട്ടം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏപ്രിൽ മാസത്തിൽ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, വിശുദ്ധിയും മുന്നേറണമെങ്കിൽ ഇഷ്ടം വിവേചിച്ചറിഞ്ഞ് നീ അത് ചെയ്യണം. ആ ഇഷ്ടത്തിന് അത് ഏറ്റവും കൈപ്പായിരിക്കും. നിനക്ക് ഇഷ്ടമല്ലാത്തായിരിക്കാം. യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, ബട്ട് യെറ്റ് ഈൽഡ്. ദൈവത്തിന് അനുസരണത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധിയോട് എടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൻ ആ ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ, അനുസരിപ്പാൻ, അവൻ ദൈവത്തിന് ഇഷ്ടം അനുസരിപ്പാൻ ഒരു ഹൃദയം ദൈവം നമുക്ക് തരട്ടെ. പ്രാർത്ഥിക്കുന്നു. And may God remind us that obedience by itself cannot sustain us to perfect holiness. We must receive grace. അവിടെ നിന്ന് ദൈവം നമ്മളെ ഒരു കാര്യത്തിലേക്ക് നടത്തി. ഓരോ മാസവും അത് ആത്മാവിൽ ചിന്തിക്കാൻ കുഞ്ഞിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അവൻ അടുത്ത ചുവടിലോട്ട് പോകുമ്പോ നമ്മൾ ചോദിച്ചോ, ഞാൻ ദൈവത്തിന് തിരിച്ചറിഞ്ഞു, ഞാൻ ചെയ്തുകൊണ്ട് പെർഫെക്റ്റിംഗ് ഹോളിനെസ് ആകത്തില്ല. നീ ഒരു കാര്യം തിരിച്ചറിയണം, അനേകർ പ്രവൃത്തിയിലൊന്നും അങ്ങനെ ഞാൻ ചെയ്തു എന്നൊരു ഭാവം വരുമ്പോൾ അവിടെ പോയി. കാരണം അത് പിശാചിന് പറ്റിയ അഹന്തയിലേക്ക് പോവുകയാണ്. കാരണം പിശാച് വീണത് അവൻ താണഭൂമിയിൽ നിന്നല്ല വീണത്, ഏറ്റവും പെർഫെക്റ്റ് ഓഫ് ഹോളിനെസ്സിൽ നിന്നാണ് പിശാച് താഴെ വീണത്. കാരണം ഞാൻ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഒരു കാര്യം ഒരു ഭക്തൻ എപ്പോഴും ഓർക്കേണ്ടത്, നീ വിശുദ്ധിയെ തികക്കാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു അഹന്ത ഉണ്ടാകല്ലേ, ഞാൻ ചെയ്തു. നോ, നീ ചെയ്തില്ല. അതിന് കാരണം കൃപയാ ഹാലയിൽ പ്രവർത്തിയാലല്ല, കൃപയാന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ കൃപയിൽ ശരണപ്പെടുന്നവനാകണം. നീ വിശുദ്ധിയെ നിലനിൽക്കുമ്പോൾ പോലെ കൃപയ്ക്കുള്ളിൽ കുളിച്ചവനാകണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നിലളം വരും. അത് നമുക്ക് അനർത്ഥമായി തീരും. Grace is not permission to sin, but the power to overcome it. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഓർക്കണം. കൃപയിൽ നീ ശരണപ്പെടുമ്പോൾ, കൃപ എന്ന് പറഞ്ഞ പാപത്തിൽ എന്നും നിലനിൽക്കാനായിട്ടല്ല. കൃപ എന്ന് പറയുന്നത് വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നൊന്ന് തിരിച്ചറിയണം.
In June, we see that to perfect holiness, we must seek strength. ആമേൻ. അങ്ങനെ കൃപയെക്കുറിച്ചുള്ള വചനം അവൻ സ്വന്തം മെയ് മാസത്തിൽ വന്നു. അവിടെ അവൻ സ്വന്തം എന്റെ കൃപ നിനക്ക് മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ മനുഷ്യന് വിശുദ്ധിയെ തികയ്ക്കാന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം റിച്വലിസ്റ്റിക് ക്രിസ്ത്യനായിട്ട് മാറും. ഇന്ന കാര്യം ചെയ്തു അങ്ങനെയല്ല. നിന്റെ വിശുദ്ധത്തേക്ക് കൃപയിൽ ശരണപ്പെട്ട് നോഹയ്ക്ക് എവിടെ കൃപ ലഭിച്ചു? അവൻ നീതിമാനായിരുന്നപ്പോൾ. ഓർത്തോണം തെച്ചൻ കൃപയാണ്. പക്ഷെ കൃപയെന്ന് പറയുമ്പോൾ അവൻ ബലഹീനത ആ കൃപയോട് ചെല്ലും. പലപ്പോഴും നമ്മൾ മനുഷ്യരായിട്ട് ബലഹീനതകൾ വരും. പിശാൻ നമ്മളെ വലിച്ചു താഴെ. കാരണം നമ്മൾ ഈ ചെക്ക്ലിസ്റ്റ് ക്രിസ്ത്യൻസ് ആകുമ്പോൾ അയ്യോ ഞാൻ ചെയ്തില്ല, അപ്പോൾ നീ കൃപയെന്നുമാണ് എന്നെ കൊണ്ട് വിശുദ്ധ പറ്റത്തുനിന്ന് പിന്മാറി പോകാതിരിക്കാനായി കൃപ നിനക്ക് തരുന്നത്. അപ്പോൾ കൃപയാൽ, അപ്പം കൃപയാലാണ് നിൽക്കുന്ന ഓർപ്പിച്ച് നിർത്തും. പക്ഷെ ഒരു കാര്യം, കൃപ കൊണ്ട് നീ എന്നും ഉഴപ്പി പോകാം, തെറ്റിയാന്ന് ലൈസൻസ് അല്ല എന്ന് നീ ഓർത്തോണമെന്ന് പറഞ്ഞു. കാരണം കൃപയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഗ്രേസ് ശരണപ്പെടാൻ. പക്ഷേ അതോടൊപ്പം അവൻ പിന്നീട് നമ്മള് ജൂൺ മാസത്തിലേക്ക് വന്നപ്പോൾ കഥാ പറഞ്ഞു, ശരിയാ ചിലപ്പോൾ ബലഹീനതകൾ വരാം. നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ യോഗ്യരല്ലെന്ന് കണ്ടെന്നവർ അന്നേരം നീ ഓർത്തോണം കൃപയിലാണ് നിൽക്കുന്നത്. കൃപയാ. അപ്പൊ കൃപയെ ശരണപ്പെടുമ്പോൾ അവൻ സ്വന്തം വീണ്ടും ബലഹീനതയ്ക്ക് ലൈസൻസ് അല്ല. അവിടെ പറയുക എന്റെ ശക്തി. അടുത്ത പറയുന്നത് അവൻ വിശുദ്ധിയിൽ നിൽക്കാൻ കൃപയിലാ നിൽക്കുന്ന ഓർക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ വീഴുമ്പോൾ കൃപയിൽ ശരണപ്പെടുമ്പോൾ തന്നെ അവൻ ചിലപ്പോൾ വീണ്ടും തലയിട്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഒരു നീതിമാൻ എത്ര വട്ടം വീണാലും 7 വട്ടം, അല്ലെ? കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോ എങ്ങനെയാ ഒരു നീതിമാൻ 7 വട്ടം വീഴത്ത്? കാരണം ഓരോ വട്ടം അവൻ എഴുന്നേക്കും. അതാണ് ഗ്രേസ്. ഓർത്തോണം, വിശുദ്ധി എന്ന് പറയുന്നത് നീ പെർഫെക്ഷൻ അല്ല. ഓർത്തോണം, വീഴും. ഒരു നീതിമാൻ ചിലപ്പോൾ 7 ടൈംസ് കംപ്ലീറ്റ്നെസ്സിനെ കാണിക്കുന്നത്. എപ്പോഴും വീഴുമെന്ന്. അപ്പൊ അതിന് വീഴാൻ കാരണം എന്താ? 7 വട്ടം വീഴാൻ കാരണം ഇവൻ ഓരോ വട്ടം വീഴും വീണ്ടും എഴുന്നേൽക്കും. അതെന്താ കാരണം അറിയാമോ? കൃപയിലെ ശരണം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തും. വീണ്ടും പോകുമ്പോൾ കാരണം പിശാച് എപ്പോഴും നിന്നെ തള്ളിയിടാൻ. അന്നേരമാ അവൻ പിന്നെ എന്നൊന്ന് ഇങ്ങനെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടേച്ച് പോകാൻ തോന്നുമ്പോഴാ കഥ പറയും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി. അപ്പോഴേ ജൂണിൽ വന്ന് പറഞ്ഞു, വിശുദ്ധിയെ തേക്കണമെങ്കിൽ കൃപ വേണം. പക്ഷെ കൃപയോടൊപ്പം നിനക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തി. ആ ശക്തിയെ തിരിച്ചറിയണം. പരിശുദ്ധാത്മ ആ ശക്തി ഇല്ലാതെ കഴിഞ്ഞ ദിവസം റിഡ്ജിൽ പ്രസംഗിച്ചപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹോളി സ്പിരിറ്റിന്റെ പവർ ഇല്ലാതെ വിശുദ്ധി മുന്നേറാനോ കർത്താവ് എണ്ണ അവൻ അതില്ലാതെ കർത്താവിന്റെ വരമുകൾ കാണപ്പെടാൻ പറ്റത്തില്ല എന്ന് ചിട്ടയായി ജൂൺ മാസത്തിൽ ആത്മാവിൽ മർമ്മം തിരിച്ചറിഞ്ഞാൽ ആ പാത്ത് നിങ്ങൾക്ക് ഗ്രഹിക്കാനായി സാധിക്കും. അപ്പോൾ അവൻ ജൂൺ മാസത്തിൽ പറഞ്ഞു ശക്തി അവൻ വേണം. അവൻ God never asks us to do anything on our own power that He has promised to supply. And His strength meets us in weakness when we fully rely on Him. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് നാം അറിയാം. ആരെ വിളിക്കുമ്പോഴും എന്ന് ശൗലിനെ വിളിച്ചൊന്ന് നോക്കിയാൽ മതി. ശമൂൽ പ്രവാചകനെ വിളിച്ചിട്ട് പറയുക, അവന് റെഡി പോലും ആയിട്ടില്ലാതെ വരുന്നത് രാജാവാകാൻ. പക്ഷെ പറയുമ്പോൾ പറഞ്ഞു, നീ ഇന്നടുത്ത് പോകുമ്പോൾ നീ എതിരെ പ്രവാചകന്മാരുടെ ഗണം വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ എന്ത് വരും. പിന്നെ നിനക്ക് തോന്നുന്ന കാര്യം, പരിശുദ്ധാത്മാൻ തോന്നിക്കുന്ന കാര്യം ചെയ്തു. അതുപോലെ നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നിന്നെ അനോയിന്റ് ചെയ്യുന്ന ദൈവമാണ്. നിന്നെ അഭിഷേകം ശക്തിയാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഒരു നമ്മുടെ ശക്തി കൊണ്ട് ഒരു കാര്യവും നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവന്റെ പവർ വേണം. ബലഹീനതകളെ തികഞ്ഞു വരുന്ന അവന്റെ പവർ, നമ്മുടെ കുറവുകളെ തികഞ്ഞു വരുന്ന. കാരണം നമ്മൾ പാപത്തിൽ ജനിച്ചവരാണ്. പാപത്തിന്റെ ജഡത്തിന്റെ രക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഓരോ നിമിഷവും തെറ്റുകൾ വന്ന് വീണു പോകുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോകുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ശക്തി, ഒരിക്കലും ദൈവം നിങ്ങളുടെ കഴിവുകൊണ്ട് വിശുദ്ധി നിൽക്കാൻ കഥ പറയുന്നില്ല മോനെ. അതുകൊണ്ട് യേശു പറഞ്ഞാൽ പോകുന്ന നിങ്ങൾക്ക് എന്തുവാ പ്രയോജനം? പോകാൻ ഞാൻ ആര് വരത്തില്ല? കഴിഞ്ഞ ഞായറാഴ്ച ഇതിൽ പ്രസംഗിച്ച ഹെൽപ്പർ വരത്തില്ല. അവൻ അതുകൊണ്ട് ശക്തി നമുക്ക് തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. And July emphasized the necessity of receiving the Holy Spirit. ആമേൻ. അങ്ങനെ ആ ശക്തി എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശക്തി അവൻ കൃപയാൽ തരുന്നതാണെങ്കിലും അത് തരുന്നവൻ ആരാണെന്ന് ജൂലൈ മാസത്തിൽ പറഞ്ഞല്ലേ. ജൂലൈ മാസത്തിൽ അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അവനെ കാത്തിരിക്കണം, അവനെ പ്രാപിക്കണമെന്ന് ജൂലൈ മാസത്തിൽ പരിശുദ്ധാത്മാവിനുള്ള ബന്ധം. അതിന് മുമ്പ് ശക്തിയെ കുറിച്ചുള്ള അവൻ പാവന ശക്തി രണ്ടും അങ്ങ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. പരിശുദ്ധാത്മാവ് തരുന്നതാണ് ശക്തി. അവൻ തരുന്നവൻ പരിശുദ്ധാത്മാവാം ദൈവമാണ്. Holiness is impossible without the Spirit's work within us. We know that the Holy Spirit can convict, empower, comfort, advise, and transform us. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവിന്റെ തുണയില്ലാതെ വിശുദ്ധിയിൽ മുന്നേറാൻ
എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയില്ല. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തിയിട്ട് കർത്താവ് നമ്മെ പറഞ്ഞതൊക്കെ ഓർപ്പിച്ച് നമ്മെ ലൈഫിനെ റിയലൈസ് ചെയ്യാൻ നമ്മെ സഹായിക്കും. നമ്മെ അവൻ പാപത്തിന് അതീതമായി വചനത്തിന്റെ ശക്തിയാൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കും. In August, we were warned not to harden our hearts. ആമേൻ. അങ്ങനെ വന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് കഠിന ഹൃദയം എന്ന് നമ്മോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും മനുഷ്യന്റെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള അവൻ വരത്തുള്ള ബന്ധത്തില് കല്ല് പോലെ എപ്പോഴാണ് ഈ പ്രവൃത്തി പരിശുദ്ധാത്മാവിന് അവൻ നിങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ കഴിയാതെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാകുമ്പോൾ, അവൻ ദൈവശബ്ദം ശ്രവിക്കാൻ കഴിയാതെ വണ്ണം ഹാർഡ് ആൻഡ് ഹാർട്ട് ആകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൽ വരാനോ ശക്തി തരാനോ നിങ്ങൾക്ക് വിശുദ്ധിയിൽ മുന്നേറാനോ കഴിയത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. A soft heart is essential if we are to keep growing in holiness, one that is moldable to God's desire. അവൻ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നിങ്ങൾക്ക് മാംസളമായ ഹൃദയം വേണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായിട്ട് ആ മാസം സംസാരിപ്പാൻ ഇടയായി. That prepared us for September to perfect holiness, yield to the world. Amen. God's word shapes, corrects, and sanctifies us. Hallelujah. Only if we submit to it. അതിനുള്ള ബന്ധത്തില് സെപ്റ്റംബർ മാസത്തിലേക്കുള്ള ദൂതിനെ പരിശുദ്ധാത്മാവ് ഒരുക്കി. ഈ കഠിന ഹൃദയം വരുമ്പോൾ അതിനെ സോഫനാക്കാൻ ഒരു വഴിയാണ് ദൈവം തന്നിരിക്കുന്നത്. അവൻ പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന വചനം. ആ വചനം നീ ധ്യാനിച്ചു, വചനം കേട്ട് ആ വചനത്താൽ നിന്നെ കറക്റ്റ് ചെയ്ത് നിന്റെ കഠിന ഹൃദയത്തെ മാറ്റി. അവൻ അവിടെ ഓപ്ഷൻ ഇല്ല, വചനം പറയുന്ന അനുസരിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കല്ലായ ഹൃദയം മാറി ദൈവത്തെ സേവിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ആ വചനത്തിനനുസരിച്ച് നീ ഈൽഡ് ചെയ്യണം എന്ന് ദൈവം നമ്മെ അവൻ ചിന്തിപ്പിക്കുവാനിടയായി സെപ്റ്റംബർ മാസത്തിൽ. In October, we see that repentance is essential to perfecting holiness. Repentance is not failure, but mercy. It is God's gracious invitation to realign our lives with Him. പ്രിയമുള്ളവരെ, അതിനുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവത്ത വഴിയിലേക്ക് ഒക്ടോബറിൽ കൊണ്ടുപോകാനിടയായി. ശരിയാ, വചനം വരും, ശക്തിയോട് നിന്നോട് സംസാരിക്കും. അപ്പോൾ ഈ വചനത്തിന് നീ ഈൽഡ് ചെയ്യണം. തകർക്കാൻ ഏൽപ്പിക്കുന്നതിനെ കുത്തുകൊള്ളുമ്പോൾ അടുത്ത പടിയാണ് മാനസാന്തരം, റിപ്പന്റൻസിലേക്ക് വരണം. അവൻ സ്വന്തം അവൻ പാപങ്ങളെയും കുറവുകളെയും, കാരണം വിശുദ്ധി വളരെയുള്ള വഴികൾ അതാ. അപ്പൊ നിന്റെ കുറവനെ അത് വിശുദ്ധന്മാരെയും കാണിക്കും, പുതിയ മനുഷ്യൻ പാപികളെയും കാണിക്കും. ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ വിശുദ്ധിയെ തേക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു, നോ എവ്രി ഡേ അല്ലല്ല. മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന യേശു പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ പറഞ്ഞു, വചനം നീ കേൾക്കുമ്പോൾ അവൻ സ്വന്തം നിന്നെ തന്നെ മാനസാന്തരത്തിന് വേണ്ടി റിപ്പന്റൻസിന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വിശുദ്ധിയെ തികയ്ക്കണമെന്ന് പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. In November, the message was restoration to God's standard, not a cultural standard or personal preference, but a God's standard. ആമേൻ. അങ്ങനെ നവംബർ മാസം ആയപ്പോഴേക്കും അവൻ സ്വന്തം ആ വചനം കേട്ട് മനസാന്തരപ്പെട്ട് അവൻ സ്വന്തം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് വളരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഇടയാകണമെന്നും അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ഇടയായി. Restoration is not returning to who we once were, but becoming who God always intended us to be. ആമേൻ. അതിനുള്ള ബന്ധത്തില് യഥാസ്ഥാനപ്പെടണം എന്നാ പഠിച്ചത്. മാനസാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. മടങ്ങി വരണം. പിശാച് വലിച്ച് അകറ്റിക്കൊണ്ട് പോകാൻ നോക്കുന്നതിന് വിശുദ്ധിന്ന്. പക്ഷെ നീ മടങ്ങി വന്ന് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടണം. എപ്പോഴാ? വചനം കേട്ട് നീ മാനസാന്തരപ്പെടുമ്പോൾ. നമ്മൾ കേട്ടു, അത് പഠിച്ചത് അവൻ എഫെസോസിലെ ചർച്ചിനുള്ള മെസ്സേജ് ആയിട്ട് നീ ഏതിൽ നിന്നു വീണു എന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. വിശുദ്ധിയില്ല നല്ലൊരു പുസ്തകം എഴുതാനുള്ള തോട്ട് പാറ്റേൺ ആയത് എങ്ങനെ വിശുദ്ധിയെ തേക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് കർത്താവിന്റെ ആത്മാ പറഞ്ഞു. നീ മാനസാന്തരപ്പെടുമ്പോൾ അവിടെ വെച്ച് മാനസാന്തരം കൊണ്ട് നിർത്താതെ മടങ്ങി വന്ന് ഫസ്റ്റ് ലവിലേക്ക്, ഫസ്റ്റ് സ്നേഹത്തിലേക്ക് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണമെന്നും ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെന്നും പരിശുദ്ധ നമ്മെ ഓർപ്പിപ്പാനിടയായി. Now we're in December. We learned about how to perfect holiness throughout the year, but why must we perfect holiness? അങ്ങനെ നാം ഡിസംബറിലേക്ക് എത്തി. പ്രിയമുള്ളവരെ, നാം ഈ വർഷം മുഴുവനും എങ്ങനെ വിശുദ്ധിയെ തേക്കണം ചിന്തിക്കുകയായിരുന്നു. ഡിസംബർ വന്നപ്പോൾ പരിശുദ്ധമായി ചോദിച്ചു, എന്തിനാണ് നീ വിശുദ്ധിയെ തേക്കേണ്ടത്, എന്തിനാണ് നീ വിശുദ്ധിയെ തേക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് ഡിസംബർ മാസത്തിൽ പരിശുദ്ധ നമുക്ക് തന്നത്. This month's message points towards the answer, which is Jesus is coming back soon. ഈ മാസത്തിലെ ദൂത് അതിനുത്തരം നമുക്ക് തരികയാണ്. കാരണം എന്റെ യേശു വീണ്ടും വേഗം മടങ്ങി വരുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധിയെ തികയ്ക്കണം എന്ന് എന്റെ അർജൻസിയെ പരിശുദ്ധാത്മാവ് സഭയെ ഓർപ്പിക്കുകയാണ്. Holiness is
not just preparation for a better living, it is the preparation for His return. പ്രിയമുള്ളവരെ, ഒരു നല്ല ജീവിതം നയിക്കാനായിട്ടുള്ള ഒരുക്കമല്ല വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധി എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധി കൂടാതെ ഉള്ളവർക്ക് ഒരിക്കലും എടുക്കപ്പെടുവാൻ സാധിക്കുകയില്ല. To expand on December's message, I want to turn your attention to the book of Ezekiel. പ്രിയമുള്ളവരെ, ആമേൻ സ്വന്തം ആ ചിന്തയുള്ള ബന്ധത്തില് ആമേൻ സ്വന്തം അതിനെ കുറിച്ച് അല്പം കൂടെ കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയെ എസ്കേൽ പ്രവചനത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So I started reading Ezekiel back in September and finished it earlier this month with Christine keeping accountable. ആമേൻ സ്തോത്രം. ഞാനും ക്രിസ്റ്റീനും എസ്കേലിന്റെ പ്രവചനം ഞങ്ങള് വായിച്ചാരംഭിപ്പാൻ ഇടയായി. അത് പൂർത്തീകരിപ്പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കി എസ്കേൽ പ്രവചനം വായിച്ച് പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. I learned a lot from this book, and I found it perfect for this year's message as well, because the book of Ezekiel consistently emphasizes on God's holiness. പ്രിയമുള്ളവരെ, ഈ പുസ്തകം ഈ കുഞ്ഞിനായി ഓർത്ത് ഞാൻ ദൈവത്തെ വളരെ സ്തുതിക്കുക. എസ്കേൽ പ്രവചനത്തിലെ ഒരു ഭാഗങ്ങളും എടുത്ത് നമ്മൾ 36-ാം അധ്യായം അതൊന്ന് വായിച്ചു. വർഷത്തിന്റെ ആരംഭത്തില് മെസ്സേജിനുള്ള ബന്ധത്തിൽ അന്തർദൈവത്തിലെ 36-ാം അധ്യായം വായിച്ചു. അവിടെ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് 37-ആണോ 36-ആണോ സ്വന്തം ചെയ്യും, നിങ്ങൾക്ക് കല്ല് പോലുള്ള ഹൃദയമല്ല മാംസമായ ഹൃദയം തരുമെന്നൊരു നിങ്ങളുടെ നിമിത്തമല്ല എന്റെ നിമിത്തം ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ വർഷത്തിന്റെ ആരംഭത്തിൽ തുടങ്ങി. എസ്കേലിന്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എന്റെ ലിസ്റ്റിലുണ്ട്. 34-ാം അധ്യായം പോയി, അതുപോലെ 7-ാം അധ്യായം 6-ാം. പക്ഷെ പലപ്പോഴും ടൈം കിട്ടാറില്ല. പക്ഷെ ഞാൻ വിഷമിക്കാറില്ല. നിങ്ങൾ കർത്താവിന്റെ വചനം ഭയങ്കര പവർഫുള്ളാണ്. ഈ എസ്കേൽ പ്രവചനം പ്രിയമുള്ളവരെ ഞാൻ കൃഷ്ണനോടൊപ്പം വായിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. വിശുദ്ധിയെ സംബന്ധിച്ചുള്ള മാനദണ്ഡത്തിൽ എസ്കേൽ പ്രവചനം വളരെ ആഴമേറിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണെന്ന് ഞാൻ തിരിച്ചറിയുവാനിടയായി. Ezekiel reveals a God restoring a people who have lost reverence for His presence. പ്രിയമുള്ളവർ, എസ്കേൽ പ്രവചനം നമ്മെ കാണിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയ ജനത്തെ മടക്കി വരുത്താൻ ദൈവം പ്രവർത്തിക്കുന്ന ഒരു പുസ്തകമായി എസ്കേൽ പ്രവചനത്തെ നമുക്ക് കാണാൻ കഴിയും. The message being, if God is going to dwell among His people, holiness cannot be treated lightly. അവിടെ ദൂതിതാണ്, ദൈവം നമ്മുടെ മധ്യേ വസിക്കണമെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത് ഓപ്ഷണൽ അല്ല. വിശുദ്ധിയുള്ളവരാണെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ മധ്യേ വസിക്കുകയുള്ളൂവെന്ന് എസ്കേൽ പ്രവചനം നമ്മെ ശക്തിയോടെ പഠിപ്പിക്കുന്നു. From this book, I want to focus on a few verses from chapter 44 and 47. 44 നിന്നും 47-ാം അധ്യായങ്ങളിൽ നിന്നും ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് ഇന്ന് പകൽക്കാലം ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. Because both these chapters together show both God guarding of God's holiness and a life that flows from it. ആമേൻ. പ്രിയമുള്ളവരെ, ഈ 44-47 അധ്യായങ്ങള് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെ കാക്കുന്നതിനെ കുറിച്ചും ദൈവത്തിന്റെ വിശുദ്ധിയിൽ മുന്നേറുന്നതിനെ കുറിച്ചും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഈ അധ്യായങ്ങൾ നമ്മെ കാണിക്കുകയാണ്. In Ezekiel chapter 44, Ezekiel is shown this vision of the east gate being shut. പ്രിയമുള്ളവരെ, എസ്കേൽ പ്രവചനം 44-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ വാതിൽ അടച്ചിരിക്കുന്ന കിഴക്കേ വാതിലിനെ കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദർശനത്തില് എസ്കേൽ പ്രവാചകനെ നയിക്കുന്നത്. This is the gate through which the glory of the Lord entered the temple after it left in Ezekiel chapter 10. 10-ാം അധ്യായത്തിൽ എസ്കേൽ പ്രവചനത്തില് ആലയത്തിൽ നിന്ന് ദൈവ തേജസ് പോയി. കാരണം ആലയത്തിലെ തെറ്റുകൾ, ആലയത്തിലെ വിഗ്രഹങ്ങൾ, ഇതൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആലയത്തിന്റെ നമ്മളൊക്കെ പോകുന്ന ആലയങ്ങളിലെ ഭിത്തിയിലുള്ള പടങ്ങളൊക്കെ അത് നിഷേധിതമാണ്, ദൈവത്തിന്റെ അബോമിനേഷൻസ് ആണ്. ഞാനെന്നാ ഈ മാസത്തില് അബോമിനേഷനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ അതുപോലെ ആകാശരാജ്ഞിക്ക് ക്വീൻ ഓഫ് ഹെവൻ, ഈ തോട്ട് മേരിയെ ക്വീൻ ഓഫ് ഹെവൻ ആയിട്ട് ഉയർത്തുന്ന ദൈവത്തിന് വിരുദ്ധമാണ്. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നവരെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും ശക്തിയോട് ഇപ്പൊ കൃപാസന മാതാവ് എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി വരുന്ന അനീതിയും പാപങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങൾ അതിനകത്തുനിന്ന് കാണാൻ കഴിയും. അമ്മയും മോനും ഇത് ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ് പേഗൻ റിലീജിയനിൽ ഉണ്ടായിരുന്ന പാട്ടായിരുന്നു അത്. ഇസ്രയേൽ മക്കൾ അതെല്ലാം കാണിച്ച് ആലയത്തിനകത്ത് ആരാധിക്കുക. അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ആലയം വിട്ട് പോയി, ദൈവ തേജസ് പോയി. പിന്നീട് ദൈവ തേജസ് തിരിച്ചു വരും. നമ്മുടെ കർത്താവിനെ വണങ്ങിയവരെ ആ കിഴക്കേ വാദത്തോടെ നമ്മൾ പുത്രൻ കർത്താവ് വണങ്ങുക. എന്നിട്ട് അവിടെ നമ്മൾ കാണുമ്പോൾ 7-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഈ ജനമെല്ലാം എന്ത് ചെയ്യുന്നത്, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക. നിങ്ങള് ആരെങ്കിലും ഇത് പഠിപ്പിച്ച കിഴക്കോട്ട്, there is no rule. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവർ ദൈവം വിഷമത്തോടെ പറയുക അവരുടെ മുതുക് പൃഷ്ഠഭാഗം ആലയത്തിന് നേരെ തിരിച്ചു. അപ്പൊ വാതിൽ നമ്മൾ വിചാരിക്കുന്ന പള്ളിയുടെ വാതിലല്ല ആലയത്തിന്റെ വാതിൽ.
entirely different. ആമേൻ സ്വന്തം മനുഷ്യപുത്ര കാണുന്നോ, അവരെന്നോട് കാണിക്കുന്ന അബോമിനേഷൻ കാണുന്നോ? They turned their back towards the temple. അപ്പോള് അവൻ കിഴക്കോട്ട് നീ നോക്കുമ്പോൾ നിന്റെ പൃഷ്ഠഭാഗം ദൈവാലയത്തിൽ നേരെ തിരിക്കുക. യോ ബാക്ക്. കർത്താവിന്റെ അബോമിനേഷനാ. ഇതൊക്കെ കണ്ട് ജനത്തിന്റെ പാപം കണ്ടിട്ട് ദൈവം ആലയം വിട്ടുപോയി. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഒരു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്താത്മാവിന്റെ വലിയ പവർ. ഞാൻ വിട്ടുപോ, ഇനി വേണ്ട. പരിശുദ്ധാത്മാവ് ഇടപെടത്തില്ല. കുഞ്ഞിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് തീരുമാനിപ്പിച്ച മൊത്തം റാപ്പപ്പ് ചെയ്യാൻ തന്റെ വചനത്തെ ദൈവം വിട്ടുകളയുന്നവനല്ല. തന്റെ വചനത്തെ ഉഷോടപരഹതന വേറെ ആരും ഒരുപക്ഷെ കുഞ്ഞിനെ പോലെ ഇത് ഒന്ന് റാപ്പപ്പ് ചെയ്യത്തില്ലായിരുന്നിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞിനെ ദൈവം കണ്ടു തന്നെ അവളെ കൊണ്ട് പറയുന്ന എനിക്ക് നല്ല ഉറപ്പ്. അതുകൊണ്ട് നിൽക്കാൻ എനിക്ക് ആനന്ദമാണ്. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട്. കാരണം സ്തോത്രം ചെയ്യുന്നു. ദൈവ തേജസ് 10-ാം അധ്യായത്തില് ആലയം വിട്ടുപോയി. എവിടൊക്കെ കാണും. എന്നിട്ട് പറയുക, അടയാളം ഇടാൻ പറയുക, ആലയത്തിൽ തുടങ്ങാൻ പറയുക, ആലയത്തിൽ വെട്ടാൻ, വചനവിരുദ്ധമായ കാര്യങ്ങളെ വെട്ടാൻ. ആലയത്തിൽ ദൈവമക്കളിടയിൽ ഈ ക്രമം കെട്ട പ്രവർത്തി അങ്ങനെ ചെയ്യാത്തവരെ അടയാളം വിട്ട് മാറ്റാൻ, ബാക്കിയുള്ളവരെ എല്ലാം വെട്ടാൻ. പുരോഹിതന്മാരുടെ മണ്ട തൊട്ട് താഴ് തുടങ്ങാനായിട്ടാണ് സ്കീർത്തനത്തിൽ പറയുന്നത്. ഇടയന്മാരെ കുറിച്ചുള്ള വിറച്ചു പോകും. പാസ്റ്റൊന്നും ആകാൻ തോന്നത്തില്ല. കാരണം അത്ര ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷയത്. വിശുദ്ധിയുടെ ആഴത്തെക്കുറിച്ച് കൊണ്ട് പറയുമ്പോൾ ഉള്ളം പിടയും. കാരണം ദൈവം ചില ഇടയന്മാരുടെ രീതികളും അവരുടെ സ്വഭാവങ്ങളും കണ്ടിട്ട് ദൈവം കഷ്ടപ്പെടുകയാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 4-ാം അധ്യായം 47-ാം അധ്യായങ്ങളിൽ 44-ാം അധ്യായത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന കിഴക്കേ വാതിലിനെ അവൻ കാണിച്ച് അവൻ ദൈവ തേജസ്സിനെ ഇനി പുത്രൻ മടങ്ങി വരുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടുമാണ്. മശിയ തിരിച്ചു വരുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവൻ സ്വന്തം വാതിലാണ് കിഴക്കേ വാതില്. അതിനെക്കുറിച്ച് അവൻ സ്വന്തം നമുക്കിവിടെ കാണാൻ കഴിയും. ആലയം വിട്ടുപോയ ദൈവാത്മാവ് അവൻ മടങ്ങി വരുന്ന ചിത്രം. Once God entered the temple, the gate became sacred. It was shut. And it was not shut to exclude people, but to show that God's presence transforms whatever it touches. പ്രിയമുള്ളവരെ, അവൻ സ്വന്തം ദൈവത്തിന്റെ ആത്മാ 10-ാം അധ്യായത്തിൽ വിട്ടുപോയെങ്കിലും തിരിച്ചു വരുമ്പോൾ ദൈവ തേജസ് അവൻ കിഴക്കേ വാതിൽ വഴിയായിട്ട് വരുമ്പോൾ എന്തിനാ അത് മടങ്ങി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തന്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ, തന്റെ ജനത്തെ ആശീർവദിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തെ കാണിക്കുന്നു. This answers to Separ's question as well. We're called to perfect holiness because God himself is holy and his presence is not something that we can approach casually. പ്രിയമുള്ളവരെ, ഇത് ഡിസംബർ മാസത്തിലെ ദൂതിനോട് ഒക്കുന്നു. കാരണം ദൈവം വിശുദ്ധനാണ്. അവൻ വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം. അങ്ങനെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന തന്റെ ജനത്തെ ചേർക്കാൻ അവൻ മടങ്ങി വരുന്നു. കിഴക്കേ വാതിൽ വഴിയായി അവൻ മടങ്ങി വരുന്നു. രാജാതിരാജാവ് മടങ്ങി വരുന്നു. അതുകൊണ്ട് 24 വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. എന്തുകൊണ്ട്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. അവൻ തന്റെ ജനത്തെ ചേർക്കാൻ, തന്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ ഇറങ്ങി വരുന്ന രാജാതിരാജാവിനെ കാണിക്കുന്നു. അവൻ ആ കിഴക്കേ വാതില് തന്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ അവൻ ഇറങ്ങി വരുന്നത് കൊണ്ട് അവൻ ഈ മാസത്തെ ദൂതുമായിട്ട് അവൻ ഈ വചനം വെക്കുന്നു. This raises another important question. If access to God requires holiness and we are imperfect, how can we draw near at all? അന്നേരം ഒരു ചോദ്യം, ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണെങ്കിൽ, ഈ രാജാവിനെ എതിരേൽക്കാൻ വിശുദ്ധി ആവശ്യമാണെങ്കിൽ, നാം കുറവുള്ളവരാണെങ്കിൽ, വചനത്തിന്റെ മാനദണ്ഡം വെച്ച് എന്നെ നിങ്ങളെ നോക്കുമ്പോൾ ഫോൾ ഷോട്ട് ആണെങ്കിൽ, നമ്മൾ വായിച്ചു കേട്ടു, നല്ലവൻ ആരും ഇല്ല, ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. 14-ാം സങ്കീർത്തനവും ഓരോ സങ്കീർത്തന ഭാഗങ്ങളും സ്വന്തം റോമാലേഖനവും ഒക്കെ എടുത്ത് പറയുമ്പോൾ കർത്താവേ, ഐ എം നോട്ട് worthy to even come near you. പിന്നെ എങ്ങനെ ഈ രാജാവിനെ എതിരേൽക്കും? എങ്ങനെ ഈ യേശുവിനെ എതിരേൽക്കും? അവൻ വാനമേഖല ഇത്രയും താമസമന എഴുന്നള്ളി വരാൻ പോകുന്ന തന്റെ സഭയെ ചേർക്കാൻ അവൻ മടങ്ങി വരാൻ പോകുന്ന ഈ ക്രൈസ്റ്റിനെ എങ്ങനെ നമുക്ക് എതിരേൽക്കാൻ പറ്റും? ജീവിതത്തിൽ കുറവുള്ളവരാണെങ്കിൽ പിന്നെ എങ്ങനെ 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 ആ ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. So Ezekiel 44 verses 3 gives us the answer. Someone can read that for me. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എസ്കേൽ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് അതിന് ഉത്തരം തരുന്നുണ്ട്. ആരെങ്കിലും എടുത്തെങ്കിൽ ആ വാക്യം ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാമല്ലോ. The prince himself is the only one who may sit inside the gateway to eat in the presence of the Lord. He is to enter by way of the portico of the gateway and go out the same way. പ്രിയമുള്ളവരെ, അവിടെ ഉത്തരം തരുന്നുണ്ട്. ഇത് പ്രവചന നിവൃത്തിയായ ഒരു വചനമാണ്. അമിത്സോറും അവിടെ പറയുന്നത് ഇങ്ങനെയാ, പ്രഭുവോ അവൻ പ്രഭുവായിരിക്കയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം.
അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്തുകൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. അവൻ ദൈവത്തിന്റെ വചനം അവൻ അതിനെക്കുറിച്ച് എസ്കേൽ പ്രവചനം 44 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു. So clearly the prince alone may sit and eat in the presence of the Lord at the gate. ആ ഗേറ്റിൽ വഴി വരുന്നവനും പ്രഭു മാത്രമാണ്. അതിനകത്തോട് വന്ന് അവൻ ദൈവ സന്നിധിയിൽ നിന്ന് കഴിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്നവൻ ആ ദൈവത്തിന്റെ പ്രഭു മാത്രമാണ്. This prince points towards Jesus Christ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ പ്രവചന നിവൃത്തി നമ്മുടെ യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ അത് സംഭവിപ്പാനിടയായി. He alone has rightful access to the Father because he shares the Father's nature. കാരണം പിതാവിലേക്ക് ആക്സസ് ഉള്ളവൻ, പിതാവിന്റെ അടുക്കൽ കടന്നുപോയവൻ മാത്രമാ, പിതാവിനോടൊപ്പമുള്ളവന് മാത്രമേ അതിന് സാധിക്കൂ. കാരണം പിതാവിനെ പോലെ ഇരിക്കുന്നവന് മാത്രമേ കഴിയൂ. ആമേൻ. സ്വന്തം ദൈവത്തിന് വചനം പറയുന്നു, യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അവന്റെ സന്നിധിയിലേക്ക് കയറി പോയവൻ യേശുവല്ലാതെ മറ്റാരുമില്ല. Yet he does not keep that access to himself. Through his death and resurrection, he opens the way for us to enter God's presence. എന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ മടിയിൽ ഇരുന്നവനായ പുത്രൻ ആ തന്റെ അവകാശം തനിക്ക് തന്നെ ഇരിക്കണമെന്ന സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവൻ കൊതിച്ചതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാ ദൈവത്തിന്റെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ എല്ലാം ചുമന്നുകൊണ്ട് അവന കാൽവരി കുലമരത്തിൽ എനിക്ക് വേണ്ടി കയറി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ആ വഴി ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താനുള്ള വഴി ആ പ്രഭുവായവൻ, ദൈവത്തിന്റെ പ്രഭുവായവൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി തുറന്നു തരുവാനിടയായി. The gate remains holy, but Christ fulfills that holiness and brings us near, as it says in John 14 verse 6. Jesus answered, I am the way and the truth and the life. No one comes to the Father except through me. ആമേൻ. നിങ്ങൾക്കറിയാം, കിഴക്കേ വാതിൽ വഴി ദൈവത്തിന്റെ പ്രഭു കടന്നു വരികയും പോവുകയും ചെയ്യുന്നുവെങ്കിലും ആമേൻ സ്വന്തം യേശുനാഥൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ കടക്കുന്നവൻ അവൻ പിതാവിന്റെ അടുക്കൽ അവൻ കടന്നു വരുവാൻ എന്നിൽ കൂടെ മാത്രമേ കഴിയൂ. യേശു ക്രിസ്തു അവൻ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തില് അവൻ നമ്മോട് പറയുവാനിടയായി. Then in verse 5 of Ezekiel 44, God explains who may enter and who may not enter the temple, showing that Israel's past corruption in worship did not happen by accident. ആമേൻ. പ്രിയമുള്ളവരെ, അതിനുശേഷം ആരാണ് വിശുദ്ധിയിലേക്ക് കടക്കുന്ന, ആര് കടക്കില്ല എന്നതിനെ കുറിച്ച് 5-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നു, അവൻ സംസാരിക്കാനിടയായി തീർന്നു. It came from ignoring God's instructions and treating sacred things as ordinary. ആമേൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ യഹോവ എന്നോട് ചോദിച്ചത്, അവൻ അരുളി ചെയ്തത്, മനുഷ്യപുത്ര, യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി അവൻ ചെവി കൊണ്ട് കേൾക്ക. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക. ആര് എങ്ങനെയുള്ളവർ അകത്ത് വരും, ആര് എങ്ങനെയുള്ളവര് പുറത്തു പോകും, ആര് ഉള്ളിൽ വസിക്കും, ഇതൊക്കെ അവൻ എസ്കേലിനോട് ദൈവം പറയാം, നോക്കി വെച്ച് ശ്രദ്ധ വെച്ച് കണ്ട് മനസ്സിലാക്കുക. എങ്ങനെ നീ ഇതിനകത്ത് വരാനും പോകാനും കഴിയും, അത് ശ്രദ്ധിച്ച് കാണാനായിട്ട് അവൻ ദൈവത്തിന്റെ ആത്മാവ് എസ്കേലിനോട് 44-ാം അധ്യായത്തിൽ പറയുകയാണ്. God does not create boundaries as barriers to his relationship, but to protect it. അവൻ ദൈവം അവൻ സ്വന്തം ചെയ്യുന്നു, തന്റെ കൊടിയെ ഉയർത്തുന്നത് അവൻ നിഷേധിക്കാനായിട്ടല്ല, ദൈവജനത്തിന് ദൈവസന്നിധിയിലേക്കുള്ള ആക്സസ് ഗ്രാന്റ് ചെയ്യുവാൻ, ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അവൻ സ്വന്തം ചെയ്യുന്നു, ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. This connects to God's command to Moses at the burning bush to remove his sandals because the ground was holy in Exodus 3. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടിട്ട് അത് കാണാനുള്ള വ്യഗ്രതയിൽ എന്താണെന്ന് അറിയാൻ അടുത്ത് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശബ്ദം, മുൾപ്പടർപ്പിൽ നിന്ന് ദൈവശബ്ദം ഉയരുകയാ, മോശേ, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. അപ്പോൾ വിശുദ്ധിയെ കുറിച്ച് ദൈവത്തോട് അടുത്ത് വരാൻ അവൻ ചുമ്മാ ഒരു കോമൺ ട്രെൻഡില് ഇന്നത്തെ പുതുലോകത്തില് കൃപയെന്ന് പറഞ്ഞ് എങ്ങനെ വേണേലും വരാമെന്ന് ക്രൈസ്തവർ എടുക്കുന്ന പോലെയല്ല. ദൈവസന്നിധി, ദൈവാലയം, അവൻ ഇന്നത്തെ ഒക്കെ മൂഡിൽ ആസ്പദമാക്കി ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നതേ റോങ്ങാ. അവൻ നിങ്ങൾ ഇന്നത്തെ പല ചർച്ചകൾ ആരാധിക്കാൻ പോകുമ്പോഴേ ലൈറ്റ് എല്ലാം ഡിമ്മാക്കും. എടാ, ദൈവം പറഞ്ഞു വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഡിം ദ ലൈറ്റ്. അവൻ എന്നിട്ട് മൂഡിൽ ആരാധിക്കാൻ. അവൻ വേർ ഡിഡ് ഓൾ ദിസ് കം ഫ്രം? വെളിച്ചത്തിലുള്ള ദൈവം. നിങ്ങൾ പോകണം, ഇംഗ്ലീഷ് ചർച്ചകളൊക്കെ ആണ്, പെന്തക്കോസ്റ്റ് ചർച്ച ആണെങ്കിൽ അവരെന്ത് ലൈറ്റ് ഇല്ല എന്ന് ഇരുട്ടാക്കും. നോബഡി ക്യാൻ സീ നോ വൺ. ഇരുട്ടിൽ നിന്നുകൊണ്ട് അവർ ആരാധിക്കുന്നത് ഡിം ലൈറ്റ്.
എന്നാൽ ഇന്ന് പൽക്കാലം പ്രകാശത്തിൽ ആരാധിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മൂടിനെ ആസ്പദമാക്കിയല്ല ആരാധന. ദൈവത്തെ കണ്ട് ദൈവത്തെ അറിഞ്ഞ് വെളിച്ചത്തുള്ളവരായി ആരാധിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് വന്ന് നമ്മെ പഠിപ്പിക്കുന്നു. The ground did not change for Moses. Moses had to change. ആമേൻ. നോക്കൂ, ഒരിക്കലും ദൈവ സാന്നിധ്യം മോശയ്ക്ക് വേണ്ടി മാറത്തില്ല. മോശ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി മാറണം. ഇന്ന് പകൽക്കാലം വിശുദ്ധിയിൽ ആരാധിപ്പാനാ ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ വിശുദ്ധിയെ നിനക്ക് വേണ്ടി ദൈവം മാറ്റത്തില്ല. ഇന്ന് പകൽക്കാലം മാറേണ്ടത് നീയാണ്. ദൈവവചനം കേട്ട് ദൈവം അത് ശ്രദ്ധിച്ച് കാണുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോൾ അവന്റെ വിശുദ്ധിയോട് അടുത്ത് വരാൻ നിനക്ക് കഴിയുള്ളെന്ന് അവൻ 44-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തില് അവൻ സ്കേസ്കിനോട് പറയുമ്പോൾ കൃത്യമായി നോക്കി കാണുക, കുറിക്കൊള്ളുക, നീ നല്ലവണ്ണം കുറിക്കൊള്ളുക എന്ന് ശക്തമായിട്ട് അവൻ സ്കേസ്കിനോട് പറയുകയാണ്. In the same way, God does not adjust His holiness to fit our lives. He calls us to align our lives with His holiness. ഇന്ന് പകൽക്കാലം ഒരു സത്യം കൂടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വിശുദ്ധി നിനക്ക് വേണ്ടി ദൈവം മാറ്റുന്ന ഒരു ദൈവമല്ല. ആമേൻ. നിന്റെ സൗകര്യവും അസൗകര്യവും നിന്റെ വീഴ്ചയും താഴ്ചയും അനുസരിച്ച് അവന്റെ വിശുദ്ധി മാറുന്നില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അവന്റെ വിശുദ്ധിക്കനുസരിച്ച് മാറണം. ഞാനും നിങ്ങളും നമ്മുടെ ജീവിത രീതികളെ അവന്റെ വിശുദ്ധിക്കനുസരിച്ച് മാറ്റണം. നീ നിന്റെ ബലഹീനത അനുസരിച്ച് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് മാറ്റം വരുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധി എപ്പോഴും ദൈവത്തിന്റെ വിശുദ്ധിയെ അവന് കോംപ്രമൈസ് അതിന്മേലില്ല. നല്ലത് പകൽക്കാലം നീ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാറണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. That is why we must perfect holiness. അതുകൊണ്ടാണ് വിശുദ്ധിയെ നമ്മൾ തികയ്ക്കേണ്ടത്. കാരണം നമ്മുടെ അവസ്ഥ അനുസരിച്ച് ദൈവത്തിന്റെ വിശുദ്ധി മാറാത്തത് കൊണ്ട് നീ ദൈവത്തിന്റെ വിശുദ്ധിക്കനുസരിച്ച് നിന്നെ തന്നെ മാറ്റണം. അതുകൊണ്ടാ പരിശുദ്ധാത്മ വർഷം മൊത്തം നമ്മൾ പറഞ്ഞു, നീ വിശുദ്ധിയെ തികയ്ക്കണം, പെർഫെക്റ്റ് ചെയ്യണം. അവൻ സ്വന്തം പെർഫെക്ഷൻ ഓഫ് ഹോളിനെസ് തികഞ്ഞാൽ മാത്രമേ അവനെ കാണാൻ പറ്റൂ. അവന്റെ സ്റ്റാൻഡേർഡ് നിനക്ക് വേണ്ടി മാറത്തില്ല. നീ അവന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് മാറി അവന്റെ ഇഷ്ടം അറിഞ്ഞ് നടക്കണം. ഈ കഴിഞ്ഞ വർഷം മുഴുവനും ദൈവം നമ്മോട് സംസാരിക്കാനിടയായത്. Then jumping to Ezekiel 47, it shows us what happens when holiness is rightly ordered around God's presence. 47-ാം അധ്യായം എസ്കേലേക്ക് പോകുമ്പോൾ നിന്റെ വിശുദ്ധി ദൈവത്തിന്റെ വിശുദ്ധിക്ക് അനുസരണമായി ആയിത്തീരുമ്പോൾ എന്തു സംഭവിക്കും, അവൻ അതിന്റെ പരിണത ഫലം എന്ത് എന്ന് എസ്കേൽ 47-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. Verse 1 says, Then he brought me back to the door of the temple, and there was water flowing from under the threshold of the temple. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്ന ഞാൻ കണ്ടു. ഉറമന സദലേക്ക് അക്കുത. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചർച്ചില് നമ്മുടെ ജീവിതത്തില് ക്രിസ്തീയ ജീവിതത്തില് വിശുദ്ധിയെ തികയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്കുണ്ട് കേട്ടോ. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി ഒഴുകാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ കാത്തിരിപ്പിനെ കുറിച്ച് ഹോളി സ്പിരിറ്റ് സംസാരിക്കുക. കാത്തിരിക്കണം പ്രിയമുള്ളവരെ. എന്നാൽ വിശുദ്ധിയെ നമ്മൾ തികയ്ക്കണം. മാറ്റേണ്ടതിനെയൊക്കെ മാറ്റി ദൈവത്തിന്റെ അടുക്കേണ്ടത് പോലെ അടുത്ത് വന്നാല് ഒരു ഒഴുകൊണ്ട് ഒരു നദി വായിച്ചു. അവിടെ വായിക്കുന്നു, ആലയത്തിന്റെ വലത്തുഭാഗത്തൂടെ അത് കീഴെ യാഗപീഠത്തിന്റെ തെക്കുവശത്തായിട്ട് ഒഴുകി. Going down, it refers to this water as living water. That living water is flowing from the temple, from the place where God's presence dwells. So God is that living water. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണുന്നു, അവൻ സ്വന്തം ഈ നദി അവിടെ നിന്ന് ഒഴുകുകയാണ്. ദൈവമാകുന്ന നദി ഒഴുകുകയാണ്. അതിനെ ജീവജല നദി എന്ന് പറയും. ജീവന്റെ ജലം ഒഴുകുന്ന നദി. അവൻ സ്വന്തം ആ ജീവജല നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ എന്തൊക്കെ നടക്കുമെന്ന് ആദ്യമായിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കണം. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുന്ന ഉടമനഗതലവൽഘടനകസ്യ രോഗങ്ങൾ സൗഖ്യത്തിന് ഉതകുന്ന അവൻ വൃക്ഷങ്ങൾ കിളിർക്കുന്ന ഈ ജീവജല നദി ഒഴുകുന്ന ഇടം അടബല ഹതുനവൽ ഘടരകസ്യ. വിശുദ്ധിയെ തേക്കുമ്പോൾ എന്ത് അത്ഭുതങ്ങൾ നടക്കും, എന്ത് പ്രവൃത്തികൾ നടക്കും. ദൈവസാന്നിധ്യത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്ന 47-ാം അധ്യായം നിങ്ങൾ വായിക്കണം. This vision clearly points to the Holy Spirit. പ്രിയമുള്ളവരെ, ഈ ദൈവമാകുന്ന ജീവജലനദി നമ്മെ കാണിക്കുന്ന എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിനെയാണ് അവൻ ശക്തമായി കാണിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. As John 7 verse 38-39 says, Whoever believes in me, as Scripture has said, rivers of living water will flow from within them. അവൻ ഞാൻ ഓൾറെഡി മോള് പറഞ്ഞ വാക്യം പറയാൻ പോയി, ഞാൻ കട്ട് ചെയ്ത്. കാരണം യേശു അവൻ ഉത്സവത്തിന്റെ ദിനമായ മഹാദിനമായ ഒടുക്കത്തായി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ 7-ാമത്തെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവൻ സ്വപ്നം ചെയ്യുന്നു. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ഉടമനഗതൽഘടരഹസ്യ. എന്താണ് വിശുദ്ധിയെ തികച്ചാൽ? ദൈവം നമ്മളെ കഥാവദാസൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, അവൻ നമ്മൾ ദൈവത്തിന് ആലയത്തിന് ആരാധന വരെ കൂടി കാര്യം പറഞ്ഞപ്പോ ശരിയാ, നമ്മൾ ജീവനുള്ള ദൈവത്തിന് ആലയമാ, ദൈവത്തിന് ആത്മാവസിക്കുന്നു എന്ന് വെച്ചുകൊണ്ട്
കൂട്ടായ്മയ്ക്ക് വരണ്ട എന്നല്ല എന്നാണ് അങ്കിൾ സാക്ഷ്യത്തിൽ പറഞ്ഞത്. അത് തന്നെ എവിടെ ആമേൻ, ആലയം ആത്മാവ് വസിക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധി വേണം, വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാത്തടത്ത് ആത്മാവ് നീ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ വഴികളെ കുറിക്കൊണ്ട് ശ്രദ്ധയോടെ കേട്ട് 44-ാം അധ്യായത്തിൽ എല്ലാം കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ അലൈൻ ചെയ്യുമ്പോൾ എന്തിനാ അവൻ നിന്നിലൊന്ന് വെളിപ്പെടാൻ. ആ ക്രിസ്തു ഡിസംബർ മാസത്തിലെ എന്താ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത്? ക്രിസ്തുവിന്റെ ബർത്ത് അല്ലേ? അവൻ ദൈവം നിന്നിൽ ഉരുവാകാൻ, ദൈവം നിന്നിൽ നിന്ന് ഒഴുകാൻ, അവൻ ദൈവത്തെ ഈ ലോകത്തിൽ നീ പ്രസന്റ് ചെയ്യാൻ, നിന്നിൽ കൂടി ക്രിസ്തു ഉരുവായി കാണാൻ, അവൻ നീ തന്നെ ക്രിസ്തുവിന്റെ ക്രിസ്മസ് ആയി മാറാൻ. എന്തുവാ? യേശു നിന്നിൽ ജനിക്കുന്നവനായി, യേശു അവൻ ജീവിക്കുന്നവനായി ഈ ലോകം കാണാൻ. ഹല്ലേലൂയ. നീ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവം നിന്നിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദികൾ നിന്നിൽ നിന്ന് എന്ത് ചെയ്യും? ഒഴുകും. നീ പോകുന്ന കൂട്ടായ്മയിലാണെങ്കിൽ അവിടെ നിന്നിൽ നിന്ന് ശക്തി ഒഴുകും. കെട്ടുകൾ പൊട്ടും. അവൻ പ്രവചനങ്ങൾ, ദൂതുകൾ, അവൻ ദൈവം നിന്നെ കരങ്ങളിട്ട് ഉപയോഗിക്കും. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഘടനകസി ഞാൻ എപ്പോഴും വിശുദ്ധ കഥാവെ അവൻ വിശേഷിച്ച് അവൻ പല ഈ സെൻട്രൽ എല്ലാ സെൻട്രൽ വിടുന്ന ആത്മശക്തിയാൽ പല പല ഏരിയയിൽ സിറ്റി ദൈവം നമുക്ക് തരാനാണോ അവൻ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന. ആത്മശക്തിയാൽ നിറഞ്ഞിട്ട് ശുശ്രൂഷകൾ വഴിയിട്ട് എന്റെ ഓരോ ഹെൽത്ത് സെന്ററിൽ, കാരണം ഹെൽത്ത് സെന്റർ സിറ്റി മൊത്തം പരന്നു കിടക്കുക. അവൻ സിറ്റിയുടെ ഓരോ കേന്ദ്ര ഭാഗങ്ങളിലും ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ ആത്മശക്തിയോടെ പോയി നിന്ന് അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശക്തിയുടെ കെട്ട് പൊട്ടിയിട്ട് ഈ നഗരം മുഴുവൻ ക്രിസ്തുവിനോട് വരാൻ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഗോഡ്സ് പ്ലാൻ ഈസ്. അവിടെ ഈ ദിവസങ്ങൾ കൂട്ടായ്മകൾക്ക് വളരെ അവൻ ഇമ്പാക്ട് ആയിട്ട് വരണം. കാരണം ദൈവം മാറ്റും, സ്ഥിതിയെ മാറ്റും. അതുകൊണ്ട് ദൈവം ഇസ്രായേലിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കുകയും യഹൂദ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളങ്ങ് വെളിപ്പെടും. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലേക്ക് ഞാനും നിങ്ങളും അടുത്തു വന്നാൽ മാത്രമേ അവൻ ദൈവം നമ്മിൽ നിന്ന് ഉരുവാകുവാൻ അവൻ ഉരുത്തിരിയാൻ കഴിയും. നാം വായിച്ച ഈ നദി പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. And then in verse 5 of Ezekiel 47, the water becomes too deep to cross by human strength alone, calling us to trust God fully and allow the Holy Spirit to work completely in us. പ്രിയമുള്ളവരെ, ഈ നദി നമ്മൾ പലപ്പോഴും മുട്ടോളമല്ല, അരയോളം പോരാ. ആമേൻ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത നിന്നെ പൊക്കുന്ന ഒരു ആത്മനദിയായിട്ട് നമ്മൾ മാറണം. അവൻ പിന്നെ നിന്റെ കഴിവില്ല. കാരണം വെള്ളം ഒത്തിരി പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കഴിവ് നടക്കാൻ പറ്റുമോ? ഇല്ല. അവൻ അത് നിന്നെ പൊട്ടിയിരിക്കും. അത് നിന്നെ നീ ഒന്ന് അങ്ങ് ഏൽപ്പിച്ചു വിടുന്നു. കൈയൊക്കെ ഒന്ന് അതിനനുസരിച്ച് വെച്ചാൽ യു വിൽ ഫ്ലോട്ട്. എന്നിട്ട് ഈ നദി നിന്നെ എടുത്തോണ്ട് പോകും. നീ ചിന്തിച്ചിട്ടില്ലാത്ത, സ്വപ്നം കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് നദി നിന്നെ നടത്തും. ഇല്ലെങ്കിൽ നീ നടക്കാണ് നിന്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. ഈ വെള്ളം നിന്നെ അങ്ങ് പൊക്കണം, ഹോളി സ്പിരിറ്റ് നിന്നെ പൊക്കണം. നിന്റെ ഇഷ്ടത്തിന് ആകരുത് നീ ഇവിടെ പോകുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പവറില് പിന്നെ ദൈവം നിന്നെ ധ്വനി എന്നൊരു വ്യക്തിയായിട്ട് നീ പോകുന്നിടത്ത് ദൈവിക അത്ഭുത ശക്തികളുടെ പ്രഭാവം വെളിപ്പെടുന്ന രീതിയിൽ ഈ നദി നിന്നെ ഉയർത്തണം. അതുകൊണ്ട് അളന്നു 1000 മുഴം അളന്നപ്പോൾ ആദ്യം അവൻ കാലോളം, പത്തിയോളമായി, നരിയാണിയോളമായി, മുട്ടോളമായി, പിന്നെ അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മാവിന്റെ ഒഴുക്ക് നമ്മുടെ സഭയിൽ, നമ്മുടെ ഈ നഗരത്തില് ദൈവം എവിടെല്ലാം എന്നെ നിങ്ങൾ അയക്കുന്നു അവിടൊക്കെ വെളിപ്പെടത്തക്കവണ്ണം ഈ ദിവസങ്ങൾ എന്തിനാ ഹോളി സ്പിരിറ്റ് വിശുദ്ധിയെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി തീരാൻ. നിന്നിൽ കൂടി തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ വേണ്ടി നിന്നെ തന്നെ ഒരുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവടി വചനം നമ്മോട് സംസാരിക്കുകയാണ്. From verse 7 onward, we see that where the rivers recede, life multiplies, fruit grows continually, and provisions never run dry. നിങ്ങൾ ആ നദി ഒഴുകുന്നിടത്തെ ചിത്രം 47-ാം അധ്യായത്തിൽ നിന്ന് വായിക്കണം. അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ മടങ്ങി ചെന്നപ്പോൾ ഈ നദി ഒഴുകി തുടങ്ങി. ഉടനെ സംഭവിച്ചൊരു കാര്യം, നദീതീരത്ത് ഇക്കരെ അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവനോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിൽ കൂടെ പുറപ്പെട്ട് അരാബ വഴി ഒഴുകി കടലിൽ വീഴുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും സകല പ്രാണികളും ലിവിംഗ് ആയിരിക്കും, ജീവിച്ചിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അവൻ ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് അവിടെ വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. അവൻ മത്സ്യങ്ങളെ ചുരുക്കമായി ഈ നദി അങ്ങോട്ട് ഒഴുകി കഴിയുമ്പോഴത്തേക്ക് അവൻ വളരെ മത്സ്യങ്ങൾ ഒത്തിരി അവൻ സ്വന്തം ചെയ്യുന്നു. ഫിഷസ് ഉണ്ടാകും എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി അടുത്തത്, അവൻ ഈ നദി ചെന്ന് ചേരുന്നതൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അത് അവൻ അത് അതെന്താ പറയുന്ന ഒരു മെഡിസിൻ പോലെയാകും. നദി ചെല്ലുന്നിടത്തെല്ലാം ജീവനാകും. മരണങ്ങൾ മാറും, ക്യാൻസറുകൾ മാറും, രോഗങ്ങൾ മാറും. അത് ജീവനം പഥ്യമായി തീരുമെന്ന് പറയുന്നത്. അവൻ പഥ്യമായി തീർന്നിട്ട് അവൻ സ്വന്തം അതിന്റെ കരയിലെ എൻഗതി മുതല് അവൻ എഗ്ലയും വരെ മീൻ പിടിക്കാർ
പുരുഷന്മാർ നിന്ന് വലവീശി ആത്മാക്കളുടെ വലിയൊരു അത്ഭുത ദർശനത്തിനായി സ്തോത്രം. വിശുദ്ധിയെ നീ തികയ്ക്കുമ്പോൾ, ദൈവാത്മാവിന്റെ പ്രവാഹം, ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഒഴുകുമ്പോൾ, നിന്നിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി നീ പാർക്കുന്ന നഗരത്തിൽ, നീ പാർക്കുന്ന പട്ടണത്തിൽ, നീ പാർക്കുന്ന സഭയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ വെളിപ്പെടാനിടയാകും. അനേക ദൈവകൃപയിലേക്ക് വരും, അനേകർ വിടുതൽ പ്രാപിക്കും, അനേക രക്ഷയിലേക്ക് വരുവാൻ മുഖാന്തരമായി തീരും. And this is the result of honoring and guarding God's holy presence. പ്രിയമുള്ളവരെ, അതിനെല്ലാം മൂലകാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാന്നിധ്യത്തെ നീ ആദരിക്കുന്നത് കൊണ്ട്. ആമേൻ. നീ നിനക്കനുസരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം മാറത്തില്ല, നീ ദൈവ സാന്നിധ്യത്തിനനുസരിച്ച് മാറണം. മോശയ്ക്ക് വേണ്ടി ദൈവ സാന്നിധ്യം മാറ്റിയില്ല. മോശയോട് പറഞ്ഞു, കാലിലെ ചെരുപ്പഴിച്ചുകളെ, ഇത് ദൈവസന്നിധിയാണ്, നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകിയാൽ. അപ്പോൾ ഓർക്കണം, നീ നിന്നെ തന്നെ ക്രമീകരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം അനുസരിച്ച്, ദൈവത്തിന്റെ ഹോളിനെസ് അനുസരിച്ച് നിന്നെ തന്നെ അലൈൻ ചെയ്യുമ്പോൾ, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടാനിടയാകും. ദൈവത്തിന് നിന്നിൽ വെളിപ്പെടാനിടയായി തീരും. ദൈവം നിന്നിൽ കൂടി പ്രവഹിക്കാനിടയായി തീരും. നിന്നിൽ കൂടി വലിയ പ്രവൃത്തികൾ നീ പാർക്കുന്ന ദേശത്ത് വെളിപ്പെടുവാനിടയാകും. Ezekiel 47 helps us understand why perfecting holiness matters. പ്രിയമുള്ളവരെ, 47-ാം അധ്യായം പ്രവചനം എന്തുകൊണ്ടാണ് അവൻ പ്രവൃത്തി വിശുദ്ധിയെ തേക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. Just as the river flows from God's dwelling and brings life, our lives are meant to be shaped by God's presence. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ട നദി ഒഴുകി ചെന്നിടത്തൊക്കെയും ജീവൻ വ്യാപരിക്കുന്നത് പോലെ ചുമ്മാ വന്ന് നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചൊടുങ്ങാനല്ല ദൈവം കൃപയിലേക്ക് നിന്നെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടി. എന്തിനാ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നിൽ അവന് വെളിപ്പെടാൻ ആഗ്രഹം, നിന്നിൽ കൂടി അവന് ഒഴുകാൻ ആഗ്രഹം, നിന്നിൽ കൂടി ആയിരങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, അനേക രക്ഷയിലേക്ക് വരാൻ, നീ അനേകർക്ക് വിടുതലായി തീരാൻ, നീ അനേകർക്ക് സൗഖ്യമായി തീരാൻ, അവൻ നീ അനേകരെ വലവീശി ദൈവരാജ്യത്തിലേക്ക് ആക്കാൻ, ദൈവം നിന്നിൽ വെളിപ്പെടാൻ, നിന്നിൽ കൂടി ഒഴുകാൻ, അതിനുവേണ്ടിയാ നിന്നെ വിശുദ്ധിക്ക് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. അല്ലാതെ വന്ന് ഒരു ചെക്ക് ലിസ്റ്റ് പൂർത്തീകരിച്ചിട്ട് പോകാനായിട്ടല്ല. ജസ്റ്റ് സ്വർഗരാജ്യത്തിൽ എത്തുക കൂടെ മാത്രമല്ല, നിന്നെ കുറിച്ചൊരു പർപ്പസ് ഈ ഭൂമിയിൽ ദൈവത്തിനുണ്ട്. ആ പർപ്പസ് തികയ്ക്കുന്നവർക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തോണം. അതിനുവേണ്ടി നിന്നെ പ്രാപ്തനാക്കാൻ അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെ വിശുദ്ധിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നത്. Holiness is not about human effort or performance. It is about yielding to God, allowing His life to flow outward into a world in need. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ മുഴുവൻ ചിന്ത നിങ്ങൾ എടുത്തു കഴിഞ്ഞാല്, അവൻ വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങൾ എഫർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച്, ദൈവകൃപയിൽ ശരണപ്പെട്ട്, അവന്റെ തിരിഹിതങ്ങളെ തിരിച്ചറിഞ്ഞ് നിന്നെ തന്നെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു സറണ്ടറാണത്. ഒരു സറണ്ടറാണ്. നീ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, നിന്റെ ഒരു ഈൽഡിങ്ങാ, നിന്റെ ഒരു ഡിസിഷനാ, നിന്റെ ഒരു തീരുമാനമാ. അവൻ കർത്താവേ ഞാനിത് ചെയ്യും, അത് നീ ചെയ്തത് കൊണ്ടല്ല, നീ ആ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ സറണ്ടർ നീ ചെയ്യുമ്പോൾ ദൈവം തന്നെ എടുത്ത് ഉയർത്തുന്ന ഒരു പദവിയാ വിശുദ്ധി എന്ന് പറയുന്നത്. നീ ചെയ്തിട്ട് അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല വിശുദ്ധി. നീ ദൈവഹിതത്തിന്, അവന്റെ ഇഷ്ടത്തിന്, സമ്പൂർണ്ണ ഹിതത്തിന് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നിന്നെ ഉയർത്തി നിന്നെ ആക്കുന്ന ഒരു പദവിയാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. That is why perfecting holiness is urgent and necessary, especially now because Jesus is coming back soon. അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ, വിശുദ്ധി നമുക്ക് അത്യന്താപേക്ഷിതം. എന്തുകൊണ്ട്? യേശു വേഗത്തിൽ മടങ്ങി വരുന്നു. ഇനി സമയം കളയാൻ കുഞ്ഞുങ്ങളെ നമുക്ക് അധികം സമയമില്ല. വിശ്വാസികളെ ഇനി അധികം സമയമില്ല. വിശുദ്ധന്മാരെ ഇനി അധികം സമയമില്ല. ഇനി സമയം കളഞ്ഞുകൊള്ളിക്കാൻ സമയമില്ല. യേശു ഇതാ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. As we close this year, we see that perfecting holiness is not about religious performance, but about living in the right response to God's presence. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വർഷത്തെ ദൂത് ഇവിടെ നമ്മൾ പര്യവസാനിപ്പിക്കുമ്പോൾ, വിശുദ്ധി എന്ന് പറയുന്നത് നാം ചെയ്തു കൂട്ടുന്ന വല്ല കാര്യവുമല്ല. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവന്റെ ഹിതപ്രകാരം നമ്മെ തന്നെ അവന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഒരുങ്ങുന്നതാണ് വിശുദ്ധി എന്ന് ഗ്രഹിപ്പാൻ നമ്മെ കൊണ്ട് കഴിയും. Ezekiel shows us that God's holiness must be honored. ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാന്നിധ്യത്തെ നാം ആദരിക്കുന്നവരാകണം. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ഉഴപ്പോടെ വരുന്നത്, പ്രത്യേകിച്ച് പറയുമ്പോൾ ചില സ്പെസിഫിക്, നീ ആരാധനയ്ക്ക് വരുമ്പോൾ വചനം, when you come to worship you should have the word of God with you. നീ ആരാധനയ്ക്ക് വരുമ്പോൾ വചനം എടുക്കുന്നത്, ഫോൺ എടുത്തോന്നല്ല വചനം നോക്കേണ്ടത്. You are putting God down. സ്വന്തം നീ ക്യാരി ചെയ്യണം. ഹോളി സ്ക്രിപ്ചേഴ്സ് യു ഹാവ് ടു ക്യാരി. നീ വരുമ്പോൾ ഒരുക്കത്തോടെ വരണം, പ്രാർത്ഥനയോടെ വരുമ്പോൾ അശ്രദ്ധയോടെ ഇരിക്കരുത്. അപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് give reverence to the presence of God. ദൈവസന്നിധിക്ക് നീ വളരെ റെവറൻസ് കൊടുക്കുന്നവരാകണമെന്ന് യെസ്കേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു. Jesus is
the Holy Prince who gives us access to Him, and the Holy Spirit is the river continuing God's work within us. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാണ് അവൻ വിശുദ്ധിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? എഴുന്നള്ളി വരും. നീ ഒറ്റയ്ക്ക് ഓർത്തോണം, കൂട്ടായ്മയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കാരണം 2 or 3 gather, he will come into our midst. നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ സാന്നിധ്യം തന്നെ വിശുദ്ധിയുടെ ഒരു ഇടമാണ്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ സ്വന്തം ദൈവകൃപയുടെ അഭിഷേകം പ്രാപിച്ചവർ, വചനം അവൻ ധ്യാനിച്ച് ആനന്ദിക്കുന്നവർ ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ മധ്യ ആരുണ്ട്? കാരണം അവിടെ യേശുവിന്റെ നാമത്തിൽ കൂടുന്നത് കൊണ്ട് കർത്താവുണ്ട്. പോകുന്ന എല്ലായിടത്തും കർത്താവുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അവനെ അറിഞ്ഞ് അവന്റെ ആത്മാവില് അവനെ ആരാധിക്കുകയും വിശുദ്ധി നിൽക്കുന്നവരുടെ മധ്യത്തില് കർത്താവ് എഴുന്നള്ളി വരും. അങ്ങനെ എഴുന്നള്ളി വരുന്നവരുടെ മധ്യത്തിലേക്ക് ഒഴുകി വരുന്നൊരു അവൻ പരിശുദ്ധാത്മാവിന്റെ നദിയുണ്ട്. അത് നിന്നെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി സജ്ജീകരിക്കും, നിന്നെ അവന്റെ വരവിന് വേണ്ടി ഒരുക്കും. ഹല്ലേലൂയ. ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എണ്ണ കരുതിയവരായി ചെറിയ കുറവുകള്, പരാജയങ്ങൾ, ഉറക്കങ്ങള് ഒക്കെ അവരെ പിടിച്ചെങ്കിലും ആ എണ്ണ അവർക്ക് വീണ്ടും കത്തിക്കാൻ, വീണ്ടും സ്റ്റാൻഡപ്പ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയതുപോലെ മറ്റവർ നിൽക്കാൻ നോക്കി, കത്തിക്കാൻ നോക്കി, കത്തിയില്ല. അവൻ എണ്ണയുടെ സാന്നിധ്യം, എണ്ണ ആ നദി ഒഴുകണമെങ്കിൽ വിശുദ്ധി വേണം. കാരണം എന്താ? യേശു മടങ്ങി വരാൻ സമയമാസന്നമായതുകൊണ്ട് അവന്റെ വരവുകൾ എടുക്കപ്പെടണമെങ്കിൽ ഈ ആത്മാവിന്റെ നദി ഒഴുകേണ്ടത് കൊണ്ട് വിശുദ്ധി വളരെ അത്യന്താപേക്ഷിതമെന്ന് ദൈവത്തിൽ നാം കാണുന്നു. As we wait for Christ's return, holiness keeps us ready and alive, allowing God's light to flow through us into this broken world. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി സഭയായി നാം ഒരുങ്ങി പാർക്കുമ്പോൾ വിശുദ്ധിയെ തികച്ച് നാം ജീവിക്കുന്നത് ദൈവസാന്നിധ്യം നമ്മിൽ വെളിപ്പെടുവാൻ, ദൈവപരിശുദ്ധാത്മ നമ്മൾ വെളിപ്പെടുവാൻ, ഇന്ന് കാഹളം ധനിക്കുന്നെങ്കിൽ അവനോടുകൂടി എടുക്കപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, May we welcome His presence and be people ready, prepared when He comes. അതുകൊണ്ട് അവന്റെ സാന്നിധ്യത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിശുദ്ധിയെ തികച്ചു ജീവിച്ച അവന്റെ പ്രസൻസ്, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അവൻ വണങ്ങി വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഒരുക്കപ്പെട്ടവരായി അവൻ നമുക്ക് കാണപ്പെടാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. May God bless you with these ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ.